ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ കണ്ടത് നമ്മുടെ ജാങ് സുസോന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരുന്ന് സംസാരിക്കേ, ഞാൻ പോയി ഫുഡ് ഉണ്ടാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവളുടെ അമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുവാണ്. പക്ഷെ പെട്ടെന്ന് പോയി അമ്മ തിരികെ വന്നിട്ട് ജാങ്, നിനക്ക് എന്തെങ്കിലും ഫുഡ് അലർജി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ അമ്മ അവന് പ്രോൺസ് മാത്രം ഇഷ്ടമല്ല, വേറെ പ്രശ്നങ്ങളില്ലെന്ന് പറഞ്ഞ് സുസു അമ്മയെ പറഞ്ഞയക്കുവാണ്. ഇതെങ്ങനെ നിനക്കറിയാമെന്ന് ജാങ് ചോദിക്കുമ്പോ, അതെ, മുത്തശ്ശിയുടെ കടയിൽ കഴിക്കുമ്പോ നീ അത് മാത്രം കഴിക്കാതെ മാറ്റി വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അത് വെച്ച് കണ്ടുപിടിച്ചു എന്ന് അവള് പറയും. ഇപ്പോ നൈറ്റ് രണ്ടുപേരും ഫുഡെല്ലാം കഴിച്ച് വെളിയിലേക്ക് ഇറങ്ങിയതും, എന്റെ പാരന്റ്സ് നിന്നെ കുറച്ച് കഷ്ടപ്പെടുത്തിയോ? അവരങ്ങനെയാ എപ്പോഴും, ഭക്ഷണം കഴിക്കുമ്പോ ഒരുപാട് സംസാരിച്ചുകൊണ്ടിരിക്കും, നീ അത് കാര്യമാക്കി എടുക്കണ്ടെന്ന് പറയുവാണ്. പക്ഷെ ഇത് നല്ലതായിരുന്നല്ലോ, എനിക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് അവൻ പറയുമ്പോ അതെന്താ അങ്ങനെയെന്ന് ഇവള് ചോദിക്കും. കാരണം എന്റെ ഫാമിലി തമ്മിൽ മര്യാദയ്ക്ക് സംസാരിക്കാറ് പോലും ഇല്ല, അവർ ഓരോരുത്തരും അവരുടെ വർക്കിൽ ഫോക്കസ് ആയിരിക്കും, തമ്മിലൊന്നും മര്യാദയ്ക്ക് മിണ്ടുക പോലും ചെയ്യില്ലെന്ന് പറഞ്ഞതും, ഓ അങ്ങനെയാണല്ലേ, അപ്പൊ നിനക്ക് ആരോട് സംസാരിക്കാതിരുന്ന ബോറടിക്കില്ലേ? നോക്ക്, എന്റെ ഫോണിൽ നീയാണ് ഫസ്റ്റ് കോണ്ടാക്റ്റിലുള്ളത്, നിനക്ക് എപ്പോ തോന്നുന്നു അപ്പോ എന്നോട് വിളിച്ച് സംസാരിക്കാം, എത്ര ടൈം ആയാലും ശരി, ഞാൻ നിന്നെ ബോറടിക്കാതെ നോക്കിക്കോളാം, നീ കോള് ചെയ്താൽ മാത്രം മതി എന്ന് അവള് പറയുവാണ്. പിന്നെ ഈ വെക്കേഷനിൽ നീ നാട്ടിലാണല്ലോ ഉള്ളത്, ഈ ബോറിംഗ് ടൈമില് ഞാൻ ഇവിടേക്ക് വന്നത് നിനക്ക് ഹാപ്പി ആണോ എന്ന് ചോദിക്കുമ്പോ അവനും ചിരിച്ചുകൊണ്ട് അത് ഞാൻ ഹാപ്പി ആണെന്ന് പറയുവാണ്. ഇപ്പോ ഇവിടെ മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഗുരാനയും ഫാമിലിയാണ് കാണിക്കുന്നത്. ഇവന്റെ അച്ഛനും അമ്മയും ഡോക്ടേഴ്സ് ആണ്. വെക്കേഷൻ എങ്കിലും പാരന്റ്സിന്റെ കൂടെ ഹാപ്പി ആയിട്ട് ഇരിക്കാം എന്നാണ് ഇവൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അമ്മയ്ക്ക് അർജന്റായ ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ട്, പോയി നോക്കണമെന്ന് പറഞ്ഞു പോയതും ഇവൻ ഒരുമാതിരി സാഡ് ആകുന്നുണ്ട്. ന്യൂ ഇയറിന്റെ അന്നും പോകണമെന്ന് ചോദിച്ച് ഇവൻ ഫീൽ ചെയ്യുമ്പോ, എന്ത് ചെയ്യാനാ മോനെ, പേഷ്യൻസ് വന്നാൽ നോക്കിയല്ലേ പറ്റുമെന്ന് അച്ഛൻ അവനോട് പറയുവാണ്. ഇല്ല അച്ഛാ, അമ്മ കഴിക്കാതെയല്ലേ പോയത്, അതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞ് ഇവന്റെ മനസ്സിലുള്ള ഫീലിങ്സ് അച്ഛനോട് പറയുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞതും അച്ഛന് കോള് വരുന്നുണ്ട്. അവരും അങ്ങനെ സംസാരിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുവാണ്. പാവം ഇപ്പൊ നമ്മുടെ ഗുരാൻ മാത്രമായി വീട്ടിൽ ഒറ്റയ്ക്ക്. ഇന്നാണെങ്കിൽ ന്യൂ ഇയർ വരെയാണ്. സോ ഷോ കടിച്ച് അവനിങ്ങനെ ഇരിക്കുമ്പോ ജിയയുടെ അടുത്ത് നിന്ന് മെസ്സേജ് വരുന്നുണ്ട്. എടുത്തു നോക്കിയാല് ഹാപ്പി ന്യൂ ഇയർ എന്ന് ഫോർവേഡ് മെസ്സേജിലാണ് അയച്ചിരിക്കുന്നത്. ഇത് കണ്ട ഉടനെ തന്നെ അവളെ കോൾ ചെയ്തിട്ട്, ഹാപ്പി ന്യൂ ഇയർ എന്ന് 2 വാക്ക് പോലും നിനക്ക് പറയാൻ പറ്റില്ലല്ലേ, ഇങ്ങനെ ഫോർവേഡ് മെസ്സേജ് അയക്കാനേ നിനക്ക് പറ്റുള്ളൂ എന്ന് ചോദിക്കുമ്പോ, അച്ചോട് അങ്ങനെയാണോ, ഞങ്ങൾ ഇവിടെ ജോളിയായിട്ട് പടക്കൊക്കെ പൊട്ടിച്ച് അടിച്ചു പൊളിച്ചോണ്ടിരിക്കാൻ മോനെ, നീ ഇന്ന് പൊട്ടിക്കില്ലേ എന്ന് ചോദിച്ചതും, ഇവിടെ സിറ്റിയിൽ അതൊന്നും ചെയ്യാൻ പാടില്ല, ചെയ്താൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞതും, ഷേ കഷ്ടായി പോയല്ലോ, എന്നാ നീ ഇത് കേൾക്കെന്ന് പറഞ്ഞ് അവിടെ പൊട്ടിക്കൊണ്ടിരിക്കുന്ന പടക്കത്തിന്റെ ഒക്കെ ശബ്ദം കേൾപ്പിച്ച് ഇവനെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് അവള്. അങ്ങനെ ഇവിടെ നമ്മുടെ റോഹനെയും മുത്തശ്ശിയും കാണിച്ചാല് ഇതെല്ലാം പൊട്ടിക്കുന്നതിൽ രസം അവരത് പൊട്ടിക്കുന്നത് കണ്ടു നിൽക്കാനാണെന്ന് പറഞ്ഞ് മുത്തശ്ശിയും പേരക്കുട്ടിയും വളരെ സന്തോഷത്തിൽ അതൊക്കെ കണ്ട് രസിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഇപ്പോ 12 മണിയാകാൻ പോകുവാണ്. കൗണ്ട് ഓണും തുടങ്ങി. നമ്മുടെ ജാങ്ങും സുസോയും കോള് ചെയ്തിട്ട് ലൈനിൽ തന്നെയാണുള്ളത്. 12 മണി ആയതും സുസു ഹാപ്പി ന്യൂ ഇയർ പറയുമ്പോ അവനും തിരിച്ച് ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇവിടെ ഗുരാനും ജിയയും ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ന്യൂ ഇയർ ഒക്കെ വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞു. ഇപ്പൊ നെക്സ്റ്റ് ഡേ നമ്മുടെ ഹീറോയിന് തിരികെ നാട്ടിലേക്ക് പോകണമല്ലോ. സോ വളരെ ശോകത്തില് റിലേറ്റീവ്സിനോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഒരു സുന്ദരി മുത്തശ്ശിയുണ്ട്. അവരെ പിരിയാൻ മനസ്സില്ലാ മനസ്സോടെ ഹീറോയിൻ കാറിൽ കയറി തിരികെ നാട്ടിലേക്ക് വരുവാണ്. ഇപ്പൊ കട്ട് ചെയ്താല് ഇവിടെ നമ്മുടെ ജിയയുടെ വീട്ടിലാണ് കാണിക്കുന്നത്. അച്ഛൻ കയറി വന്നിട്ട്, ഇതെന്താ ഇവിടെ കാണുന്നേ, ഇത് വീടാണോ അല്ലെങ്കിൽ ചന്തയാണോ, നിന്റെ റൂം പോലും നീ വൃത്തിയാക്കി വെക്കുന്നില്ലെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോ അവളാണെങ്കിലും മണത്ത് നോക്കിയിട്ട്, ഇല്ലല്ലോ ഫ്രഷ് ആണല്ലോ എന്ന് പറയുവാണ്. ഇത് കേട്ട അച്ഛനും, ഞാൻ ആരോടാ തർക്കിക്കാൻ നിൽക്കുന്നേ, ശരി വേഗം നീ എഴുന്നേറ്റ് റെഡിയാക്, കുറച്ച് ഗിഫ്റ്റ് എല്ലാം വാങ്ങി ഡോക്ടർ ഗോവിനെ കാണാൻ പോകണം, ഹോസ്പിറ്റലുള്ളപ്പോ നിന്റെ മുത്തശ്ശി അവരെല്ലാം നല്ലപോലെ നോക്കിയത്, അതിന് താങ്ക്സ് എങ്കിലും പറഞ്ഞിട്ട് വരണ്ടേ, വാ വേഗം പോകാം, ഗിഫ്റ്റ് എടുത്തിട്ട് വാ, പിന്നാലെ വാ എന്ന് പറഞ്ഞ് അവളെ പേടിപ്പിച്ച് കൂട്ടിക്കൊണ്ടു പോകുവാണ് അച്ഛൻ. ഇവള് വരുന്ന വഴിക്ക് നമ്മുടെ ഗുരാന് മെസ്സേജ് അയക്കുന്നുണ്ട്. ആരുടെ വീട്ടിലേക്കാ പോകുന്നത്, റിലേറ്റീവ് ആണോ എന്ന് ചോദിക്കുമ്പോ, ഇല്ലടാ മുത്തശ്ശിയെ ട്രീറ്റ് ചെയ്ത ഡോക്ടറാ, അവർക്ക് താങ്ക്സ് പറയാനായിട്ട് പോയിക്കൊണ്ടിരിക്കുവാണെന്ന് പറയും. പക്ഷെ എന്റെ കൈയാണെങ്കിൽ നല്ലപോലെ വേദനിക്കുന്നുണ്ട്, എന്തോരം ഫ്രൂട്ട്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നേ, ഇതെല്ലാം എന്നെ കൊണ്ടാ ചുമപ്പിക്കുന്നതെന്ന് പറഞ്ഞതും, അങ്ങനെയാണെങ്കിൽ നല്ല കാര്യം, നിന്റെ അച്ഛന് നല്ല പോലെ അറിയാം നീ ഒരു വേസ്റ്റ് ആണെന്ന്, അതാ ഇങ്ങനെയുള്ള ജോലികളെല്ലാം നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് അവൻ കളിയാക്കാൻ തുടങ്ങും. ഗുരാന്റെ വീട്ടിൽ ഇപ്പോ അവന്റെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്. കോളിംഗ് ബെല്ല് അടിക്കുന്ന സൗണ്ട് കേട്ടതും, നീ പോയി തുറന്നു നോക്കുമോനെ എന്ന് പറഞ്ഞതും അവൻ പോയി തുറന്നു വിടുന്നുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കിയാല് പുറത്ത് നമ്മുടെ ജിയയും അച്ഛനാണ് നിൽക്കുന്നത്. ഇവനാണെങ്കിൽ ഒരു കോമഡി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മണ്ടയിൽ ഒരു തുത്തൊക്കെ വാരി കെട്ടിയാണ് നിൽക്കുന്നത്. നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചതും ഇവനെ കണ്ട് ആകെ ഷോക്കായി നിൽക്കുവാണ് ജിയ. നെക്സ്റ്റ് ജിയയും അച്ഛനും മുകളിലേക്ക് വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ഗുരാന്റെ അച്ഛനാണെങ്കിൽ എപ്പോഴും പോലെ വളവളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ജിയയ്ക്കാണെങ്കിൽ ഗുരാനെ കണ്ടിട്ട് ചിരി അടക്കാൻ പറ്റുന്നില്ല.
അവള് നൈസായിട്ട് അവനെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇത് കണ്ട് ഇവനാണെങ്കിൽ പെട്ടെന്ന് ആ തുത്തൊക്കെ വലിച്ചെറിഞ്ഞിട്ട് നോർമലായിട്ട് ഇരിക്കുവാണ്. ഇപ്പൊ അമ്മയും നിങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സ് അല്ലേ, ചെല്ല് രണ്ടുപേരും റൂമിൽ ചെന്നിരുന്ന് സംസാരിക്കാന്ന് പറഞ്ഞ് രണ്ടുപേരെയും പറഞ്ഞയക്കുവാണ്. റൂമിലേക്ക് വന്ന് നോക്കിയാൽ റൂമാണെങ്കിൽ ആകെ കച്ചറായിട്ട് കിടക്കുവാണ്. നമ്മുടെ ജിയുടെ റൂമിനേക്കാളും കഷ്ടം. അവൻ ഓടി വന്ന് അവനെ കൊണ്ട് പറ്റുന്നതൊക്കെ പെറുക്കിയെടുത്ത് വെക്കുന്നുണ്ട്. ബുക്സ് എല്ലാം താഴെ കിടക്കുന്നത് കണ്ട് ഓ അപ്പൊ നീ പഠിക്കാറൊക്കെ ഉണ്ടല്ലേ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന അവന്റെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. അതിൽ നോക്കി വാവ് നല്ല ക്യൂട്ടായിട്ടുണ്ടെന്ന് പറഞ്ഞതും ഇവൻ കുറച്ച് പൊങ്ങിയൊക്കെ നിന്നിട്ട് ഓ അല്ലേലും എപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാ, നീ പ്രത്യേകിച്ച് പറയണ്ടെന്ന് പറയും. ഇവള് പെട്ടെന്ന് ഫോട്ടോയിലുള്ള ഷെന്നിനെ കാണിച്ചിട്ട് നോക്ക് ഷെന്നിനെ കാണാൻ എന്ത് ക്യൂട്ടാണെന്ന് പറഞ്ഞതും ഇവൻ ആകെ ടെൻഷൻ ആകുന്നുണ്ട്. ഇപ്പൊ അവന്റെ റൂമിൽ ഇരിക്കുന്ന സിസ്റ്റം കണ്ടിട്ട് നീ ഇതില് ഗെയിം ഒക്കെ കളിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോ സിസ്റ്റം ഉണ്ടെങ്കിൽ ഗെയിമും ഇല്ലാതിരിക്കുമെന്ന് പറഞ്ഞതും ആഹാ എന്നാ ഞാൻ കുറച്ചു നേരം കളിക്കട്ടെ എന്ന് പറഞ്ഞ് ഇവള് ചാടിക്കേറി ഇരിക്കാൻ നോക്കുമ്പോഴാണ് ഇവൻ ഒരു കാര്യം ഓർമ്മ വരുന്നത്. അതായത് ഇവരെല്ലാവരും അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് പോയില്ലേ, അപ്പൊ എടുത്ത ഫോട്ടോയിൽ ഇവന്റെയും ഇവളുടെയും ഫോട്ടോ മാത്രം ക്രോപ്പ് ചെയ്ത് അവനത് വാൾപേപ്പർ ആക്കി ഇട്ടിരിക്കുവാണ്. അതിപ്പോ അവള് കണ്ടാല് തീർന്നില്ലേ. ഇപ്പൊ അവനത് ഓർമ്മ വന്നതും അടുത്ത സെക്കൻഡിൽ കാർ എഴുന്നേറ്റ് അവളുടെ കണ്ണ് വേഗം പൊത്തി പിടിച്ചിട്ട് അത് പെട്ടെന്ന് മാറ്റിക്കളയും. ഇപ്പൊ നോക്കിയാൽ ഇവര് രണ്ടുപേരും വളരെ ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇവൻ പെട്ടെന്ന് ചാടി മാറി ഇനി നീ എന്ത് വേണേലും ചെയ്തു എന്ന് പറഞ്ഞതും ഇവൾ അവനെ നോക്കി ആക്കിയ പോലെ ഒന്ന് ചിരിച്ചിട്ട് സാരമില്ല, നിറയെ പ്രൈവറ്റ് ആയ ഫയലുകളൊക്കെ ഇതിൽ കാണുമല്ലേ, നോക്കു ഗുരാൻ ഇനിയെങ്കിലും ഒന്ന് കെയർഫുൾ ആയിരിക്കെന്ന് പറഞ്ഞ് അവൾ അവനിട്ടൊരു തട്ട് കൊടുക്കും. ഇവനാണെങ്കിൽ കൺഫ്യൂസ് ആയി ഹേയ് നീ എന്താ പറയുന്നേ, നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമില്ല, മാറ്, നിനക്ക് ഇനി ഗെയിം മൂലം ഒന്നുമില്ലെന്ന് പറഞ്ഞ് രണ്ടുപേരും തല്ലു പിടിക്കാനായിട്ട് തുടങ്ങുവാണ്. ഇവിടെ ജിയുടെ അച്ഛനാണെങ്കിൽ ജിയെ കുറിച്ച് പൊക്കി തള്ളിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ മോള് ജിയ വീട്ടിൽ എന്ത് സൈലന്റ് ആണെന്ന് അറിയാമോ, വീട്ടിൽ അവളുടെ ഒരു ശബ്ദം പോലും കേൾക്കില്ലെന്ന് പറഞ്ഞ് നാവെടുത്തില്ല. റൂമിൽ നിന്ന് ജിയുടെ അലർച്ചയാണ് അധികമായിട്ട് കേൾക്കുന്നത്. ഗുരാനെ അവള് പഞ്ഞിക്കിട്ടോണ്ടിരിക്കുമായിരിക്കും. കട്ട് ചെയ്താൽ നെക്സ്റ്റ് ഡേ ക്ലാസ്സിലാണ് കാണിക്കുന്നത്. ഏതോ ഒരു പകർച്ചവ്യാധി പനി പടർന്നുകൊണ്ടിരിക്കുകയാണ്. സോ എല്ലാവരും കുറച്ച് കെയർഫുൾ ആയിരിക്കണം എന്ന് പറഞ്ഞ് സാറും ക്ലാസ് എടുക്കാനായിട്ട് ആരംഭിക്കുവാണ്. ഇപ്പൊ ഈവനിങ് നമ്മുടെ ഗുരാന്റെ വീട്ടിലാണ് കാണിക്കുന്നത്. അവരെ ഫാമിലിയോടൊത്തിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. കൂടുതലായിട്ട് പനി പകർന്നുകൊണ്ടിരിക്കുന്നത് കാരണം അടുത്ത സിറ്റിയിൽ ഹോസ്പിറ്റലിലേക്ക് എല്ലാം പോയി ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാമെന്നാ വിചാരിക്കുന്നത്. അതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും നാളെ തന്നെ പോകണം. തിരികെ വരാൻ എങ്ങനെയും ഒരു 15 ദിവസമെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞതും ഇത് കേട്ട് ഗുരാൻ എത്ര കഷ്ടമായിരുന്നാലും ശരി സാരമില്ല പോയിട്ട് വാ, എന്റെ ഫ്രണ്ട്സ് എല്ലാം ഇവിടെ ഉണ്ടല്ലോ, പിന്നെ ഞാനും ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ, ഞാൻ തനിയെ ഇരുന്നോളാം, നിങ്ങൾ എന്നെ പറ്റി ഓർത്ത് പേടിക്കാതെ പോയിട്ട് വരാൻ പറയും. അവനെ എത്രയൊക്കെ പുറത്ത് കാണിച്ചില്ലെങ്കിലും ഉള്ളിൽ അവന് നല്ലപോലെ വിഷമമുണ്ട്. നെക്സ്റ്റ് അച്ഛനും അമ്മയും പാക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരില്ലാത്ത സമയം നോക്കി അവർക്ക് വേണ്ടി മെഡിസിൻ ഒക്കെ അവരുടെ പെട്ടിയിലെടുത്ത് വെക്കുന്നുണ്ട് അവൻ. ഇപ്പോ നെക്സ്റ്റ് ഡേ ക്ലാസ്സിൽ വെച്ച് റോഹൻ, അപ്പോ നിന്റെ അച്ഛനും അമ്മയും ഇല്ലാതെ തനിയെ നീ നിൽക്കാൻ പോകുവാണോ, അതും 15 ഡേയ്സ്, നിനക്ക് ബോറടിക്കില്ലേടാ എന്ന് ചോദിച്ചതും ഇല്ല, എന്റെ വീട്ടിൽ എപ്പോഴും ഇങ്ങനെ തന്നെയാ, ഓവർ വർക്ക് കഴിഞ്ഞ് ലേറ്റ് ആയിട്ടേ വീട്ടിലേക്ക് തിരികെ വരൂ, അതുകൊണ്ട് എനിക്ക് ഇതൊന്നും പുതിയതായിട്ട് തോന്നുന്നില്ല. ശരി എന്തെങ്കിലും ആട്ടെ, നിങ്ങൾ രണ്ടുപേരും ഇന്ന് നൈറ്റ് എന്റെ വീട്ടിലേക്ക് വാ, നമുക്ക് എല്ലാവർക്കും ഗെയിം കളിച്ച് എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോ റോഹനാണെങ്കിൽ മുത്തശ്ശിയെ സഹായിക്കണമെന്ന് പറയും. ജാങ്ങിന് ഹോംവർക്ക് ചെയ്യാനുണ്ടെന്ന് പറയും. സോ ഇപ്പൊ ഇവൻ മാത്രം തനിയെ നൈറ്റ് ഗെയിം കളിച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് ജിയക്കാണ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് അവന്റെ അമ്മ കോള് ചെയ്തതും എന്താ മോനെ എന്താ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാല് എന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടമ്മേ, ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണെന്ന് പറഞ്ഞ് കള്ളം പറയുവാണ്. തനിയെ വിട്ടിട്ട് പോകാനായിട്ട് അവർക്ക് ആഗ്രഹമില്ല, പക്ഷെ സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയില്ലേ. സോ അത് മനസ്സിലാക്കി ഇവൻ അവരോട് അത് കാണിക്കുന്നുമില്ല. അതേസമയം തന്നെ നമ്മുടെ റോഹന്റെ വീട്ടിലാണ് കാണിക്കുന്നത്. മുത്തശ്ശി അവനോട് ഗുരാൻ മോന്റെ വീട്ടില് 15 ദിവസത്തേക്ക് അച്ഛനും അമ്മയും ഉണ്ടാവില്ലല്ലോ, ഒറ്റയ്ക്കിരുന്നാൽ ആ കുട്ടിക്കും കഷ്ടാകില്ലേ, നീ ഒരു കാര്യം ചെയ്, അവനെ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പറയുവാണ്. ഇപ്പൊ റോഹനാണെങ്കിൽ ജിയക്ക് കോള് ചെയ്ത് നീ ഗൂരാനുമായിട്ട് സംസാരിച്ചിരുന്നോ, അവനെ കോള് ചെയ്താൽ പോകുന്നില്ല, പോയാലോ അറ്റൻഡ് ചെയ്യുന്നുമില്ല, എന്താ പറ്റിയതെന്ന് അറിയില്ല, നിന്റെ വീടിന്റെ അടുത്തല്ലേ അവന്റെ വീട്, നീ ഒന്ന് പോയി ചെന്ന് നോക്കാമോ എന്ന് ചോദിക്കുമ്പോ അവളും ഉടനെ ഓടി വന്ന് കതവില് നിറയെ തവണ തട്ടുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞതും ഗുരാൻ വന്ന് ഡോർ ഓപ്പൺ ചെയ്ത് വിട്ടിട്ട് അവൻ ഒരു റിയാക്ഷൻ പോലും ഇല്ലാതെ തിരികെ വന്ന് ബെഡിലേക്ക് കിടക്കുവാണ്. ഇവൻ ഇതിപ്പോ എന്താ പറ്റിയേ, പെട്ടെന്ന് പോയി ഇങ്ങനെ കിടന്നത് എന്തെന്ന് പറഞ്ഞ് ഡൗട്ടായിട്ട് ചെന്ന് തൊട്ടു നോക്കിയാല് അവന് നല്ല പനിയുണ്ട്, അവനെ കൊണ്ട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ചൂടിനെ പോയി അവൾ ഐസ് വാട്ടർ ഒക്കെ എടുത്തുകൊണ്ട് വന്ന് അവന്റെ ഫേസും കൈയെല്ലാം തുടച്ചു കൊടുത്തിട്ട് ഇവളും അടുത്ത് തന്നെ ഇരിക്കുവാണ്. നേരം പോകെ പോകെ ഇവളും ഉറങ്ങി പോകുന്നുണ്ട്. ഇപ്പൊ പെട്ടെന്ന് കണ്ണ് തുറന്നതും തൊട്ട് നോക്കുമ്പോ അവന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെയും തുണിയൊക്കെ നനച്ച് അവന്റെ നെറ്റിയിൽ വെച്ച് കൊടുത്തിട്ട് അവളുടെ ഉറക്കം പിന്നെയും അവള് കണ്ടിന്യൂ ചെയ്യാണ്. ഇപ്പോ ഫീവർ കുറച്ച് കുറഞ്ഞത് കാരണം അവന് എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ട്. അവൻ കണ്ണു തുറന്ന് എഴുന്നേറ്റ് നോക്കിയാല് ഇവൾ അടുത്ത് തന്നെ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. ഇവൾ ഉറങ്ങി വീഴാൻ പോയതും പെട്ടെന്ന് അവൻ അവളെ താങ്ങി പിടിക്കുന്നുണ്ട്. ഇവള് കണ്ണു തുറന്നതും നിനക്കിപ്പോ ഓക്കെ ആണോന്ന് ചോദിക്കുമ്പോ നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് അവൻ തിരികെ ചോദിക്കുവാണ്. അത് ശരി, പനിയിൽ നീ വന്ന് എനിക്ക് ഡോറ് തുറന്നു തന്നത് പോലും മറന്നുപോയോ,
റോഹന നിന്നെ വന്ന് നോക്കാൻ പറഞ്ഞ് അതുകൊണ്ട് വന്ന് നോക്കിയതാ. നിനക്ക് പനിയായിരുന്നില്ലേ? സോ തന്നെ എങ്ങനെ വിട്ടിട്ട് പോകും? നിന്റെ വീട്ടിലാണെങ്കിൽ ആരുമില്ല, അതുകൊണ്ടാ ഞാൻ ഇവിടെ തന്നെ ഇരുന്നേ. ശരി, എനിവേ ഞാൻ പോകുവാടെന്ന് പറഞ്ഞേ എഴുന്നേറ്റവള് പെട്ടെന്ന് കാല് സ്ലിപ്പായി അവന്റെ മേലേക്ക് തന്നെ വീഴുവാണ്. ഇത്ര ക്ലോസ് ആയിട്ട് വന്ന് വീണതും രണ്ടുപേരും ഒരു നിമിഷം തമ്മിൽ തമ്മിൽ കണ്ണെടുക്കാതെ നോക്കി അങ്ങനെ കിടക്കുന്നുണ്ട്. പെട്ടെന്ന് റിയലൈസ് ആയതും രണ്ടുപേര് ചാടി എഴുന്നേറ്റ് റോഹന നിന്നെ ചെക്ക് ചെയ്യാൻ പറഞ്ഞ് അവൻ ഇപ്പോ തന്നെ വരും, ഞാൻ പോകുവാണെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടിക്കളയും. ഇതോടെയാണ് ഈ പാർട്ട് ഇവിടെ കഴിയുന്നത്. അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. അടുത്ത പാർട്ടുകളൊക്കെ മറക്കാതെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്തുള്ള ചെറിയ ബെല്ലൈക്കണും കൂടി അനേബിൾ ചെയ്ത് വെച്ചേക്കുക. വെൻ ഐ ഫ്ലൈ ടുവാർഡ്സ് യുടെ മറ്റൊരു പാർട്ടുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.